ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് പഴം കൊണ്ടുള്ള 2 പലഹാരങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ മൈദപ്പൊടി എടുത്ത് അതിലോട്ട് അല്പം മുളക് പൊടി, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഇവയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം പഴം ചെറുതായിട്ട് അരിഞ്ഞ് അതിലോട്ട് ഓരോന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്തോട്ട് ഈ മസാല ഇതാക്കിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. എപ്പോഴും സാധാരണ രീതിയിലാക്കുന്നതുകൊണ്ട് ഇന്ന് വേറെ രീതിയിലാക്കി നോക്കിയ അടിപൊളി ടേസ്റ്റായിരുന്നു. സോസൊക്കെ കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. ഇനി രണ്ടാമത്തെ റെസിപ്പി തയ്യാറാക്കുക. അതിനായി 2 കോഴിമുട്ട ഇതുപോലെ ഉടച്ചെടുത്ത് അതിനകത്തോട്ട് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിനകത്തോട്ട് ഏലക്ക പൊടിച്ചത് അല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇവിടെ 1.5 കഷ്ണം ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തു. മുട്ടയുടെ മിക്സി ചേർത്ത് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് അല്പം പാൽ ചേർത്ത് കൊടുത്താൽ 2 സ്പൂണ് പാൽ. ഇനി പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലല്പം നെയ്യ് തൂത്ത് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം ഫസ്റ്റ് തന്നെ. ഇനി പഴം കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. അതിന് ശേഷം തയ്യാറാക്കി വെച്ച ഈ മിക്സ് ചേർത്ത് കൊടുക്കുവാണ്. മുട്ടയും ബ്രെഡെല്ലാം ചേർത്ത് മിക്സ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ അത് വേറൊരു പാനിൽ അല്പം നെയ്യ് ചേർത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പുറത്തെ വശം ഒരു ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടി. അങ്ങനെ റെസിപ്പി തയ്യാറായി. അടിപൊളിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒക്കെ എളുപ്പത്തിലാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.